കൂട്ടുകാരെ, അടിപൊളി ഒരു കേക്കാണ് തിരമിസ് കേക്ക്. അപ്പം മുന്നേ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കേക്കിങ്ങോ ബേക്കിങ്ങോ ഒന്നും അറിയില്ല. ഞാനെല്ലാം കണ്ട് പഠിച്ചിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത്. 100% 100% സക്സസ് ആയതാണ് ഞാൻ ഇടുന്നത്. അപ്പം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലോട്ട് 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കാം. 2 ടീസ്പൂണ് കോഫിപ്പൊടി ചേർക്കാം. ഇൻസ്റ്റൻറ്റ് കോഫിപ്പൊടി ചേർക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം റമ്മ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. ഇനി 5 മുട്ടയുടെ യെല്ലോ മഞ്ഞക്കരു മാത്രം. അത് കയ്യിലുള്ള വിസ്ക് ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. അത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്ത് ക്രീം ടെക്സ്ചർ ഉണ്ടാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാം. അടിയിലൊരു പാത്രം വയ്ക്കുക. അതിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് നന്നായി ചൂടാവാൻ പാടില്ല. ചൂടായി കഴിഞ്ഞാൽ മഞ്ഞക്കരു ബോയിലാവും. ലൈറ്റ് ചൂടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്രീം ടെക്സ്ചർ ആവണം. ക്രീം ചീസ് എടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. അതിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുക. നന്നായി ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച മഞ്ഞക്കരുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ക്രീം തയ്യാറായിട്ടുണ്ട്. കേക്ക് മൗൾഡ് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വയ്ക്കുക. ഇത് ലേഡി ഫിംഗർ ബിസ്ക്കറ്റാണ്, കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ്, കോഫി, ക്രീം, കേക്ക് മൗൾഡ് ഒക്കെ റെഡി. ഇനി ഇത് ആ ബിസ്ക്കറ്റ് കോഫിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ കേക്ക്. കേക്ക് ഓരോന്നും ഡിപ്പ് ചെയ്ത് നമ്മൾ കേക്കിൻ്റെ അടിയിൽ ഫില്ല് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഫില്ല് ചെയ്യണം. ക്രീം ഫില്ല് ചെയ്തതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബിസ്ക്കറ്റ് കോഫിയിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്രീം ഫില്ല് ചെയ്യണം. ക്രീം സാധാരണ മാതിരി ഫില്ല് ചെയ്യാം. നമുക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത. ഇനി അതിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അരിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തൂവലായിട്ട് വീഴും. ഇനി ഇതൊരു 3 മണിക്കൂറോളം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കാം. ഞാനൊരു വേറൊരു പാഴ്സൽ ഡബ്ബയിലും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിന് ശേഷം നമ്മൾ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ മാറ്റി നമുക്ക് കട്ട് ചെയ്യാം. അടിപൊളിയായി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കത്തി വെച്ചത് അറിഞ്ഞോളൂ എന്ത് സോഫ്റ്റായിട്ടാണ് കീഴോട്ട് പോണേ. അത്രയ്ക്കും സോഫ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്കും സോഫ്റ്റാണ്. മസ്റ്റ് ട്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കുക. ബേക്കിംഗ് അറിയാത്ത ഞാനേ ഉണ്ടാക്കി ഇത്രയും സക്സസ് ആയെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം. അപ്പം നിങ്ങളും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസും കമൻസും അറിയിക്കുക. അപ്പം തിരമിസ് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനിയും പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ബൈ ഫ്രണ്ട്.